എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളാണ്. ഒന്ന്, നാഷണൽ സെക്യൂരിറ്റി ആക്ട് 1980 എന്ന ഒരു ആർട്ടിക്കിളും, അല്ലെങ്കിൽ ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ഡേറ്റയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രണ്ട്, മലബാർ എക്സസൈസ് എന്ന അടുത്ത ഒരു വാർത്ത നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. എന്താണ് നാഷണൽ സെക്യൂരിറ്റി ആക്ട് 1980 എന്ന് പറയുന്നത്? നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു ആക്ഷേപം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകളും പാകിസ്ഥാൻ അനുകൂല നിലപാടുകൾ എടുക്കുകയും പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെതിരെയുള്ള ഒരു നിയമ നടപടികളുടെ ഭാഗമാണ് നാഷണൽ സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ആൾക്കാരിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം എന്താണ് നാഷണൽ സെക്യൂരിറ്റി ആക്ട് എന്ന് നോക്കാം. The National Security Act of 1980 provides for the provision of preventive detention in certain cases. ചിലപ്പോൾ എന്താണ് സെക്യൂരിറ്റി ഓഫ് സ്റ്റേറ്റ്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ സെക്യൂരിറ്റി ഓഫ് സ്റ്റേറ്റ്, മെയിൻ്റനൻസ് ഓഫ് പബ്ലിക് ഓർഡർ, അതുപോലെ തന്നെ എന്താണ് മെയിൻ്റനൻസ് ഓഫ് സപ്ലൈസ് ആൻഡ് എസെൻഷ്യൽ സർവീസസ്, മെയിൻ്റനൻസ് ഓഫ് സപ്ലൈസ് ആൻഡ് എസെൻഷ്യൽ സർവീസ് ഫോർ ആൻഡ് ഡിഫൻസ്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളെ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രൈമിൽ ഏർപ്പെടാൻ സാധ്യതയോ ഉള്ള ഒരു സാഹചര്യമാണെങ്കിൽ we can go for this preventive detention. The act empowers the central government and state government to detain a person to prevent him or her from acting in any manner prejudicial to the national security of India, the relation of India with foreign countries, the maintenance of law and order, or the maintenance of supplies and services essential to the community. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ബേസിക് ഗ്രൗണ്ടുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. കാര്യം എന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ പ്രിലിമിനറിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. കാര്യം, കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് നാഷണൽ സെക്യൂരിറ്റി ആക്ട് എന്ന് വേണമെങ്കിൽ ചോദിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ സ്റ്റേറ്റ്മെന്റുകളായിട്ടും ഈ ഗ്രൗണ്ടുകൾ നമ്മളോട് പറയാൻ അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. So it is very important for your prelims exams as well. The act empowers the central government and state government. ഇത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റിനെയും സ്റ്റേറ്റ് ഗവൺമെന്റിനെയും എന്ത് ചെയ്യാം, ഒരുപോലെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? to detain a person or prevent him or her from acting in any manner prejudicial to the national security of India. ദേശസുരക്ഷയെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു വ്യക്തിയെ പ്രിവെന്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം സെൻട്രൽ ഗവൺമെന്റിനും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിനും നൽകപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി മാത്രമല്ല, ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഓഫ് ഇന്ത്യ വിത്ത് ഫോറിൻ കൺട്രീസ്, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്രത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ, അതുപോലെ തന്നെ എന്താണ് മെയിൻ്റനൻസ് ഓഫ് സപ്ലൈസ് ഓഫ് ആൻഡ് സർവീസസ് എസെൻഷ്യൽ ടു ദ കമ്മ്യൂണിറ്റി. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത്. The act also gives power to the governments to detain a foreigner with a view to regulate his or her presence or expel from the country. അതായത് ഒരു വ്യക്തിയെ, അതായത് ഒരു ഫോറിനറിനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഡീറ്റെയിൻ ചെയ്യാനുള്ള അവകാശം, അധികാരം ആർക്കുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനുണ്ട് എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തെ ഡീറ്റെയിൻ ചെയ്യുക എന്നുള്ളത്? ഇദ്ദേഹത്തിന്റെ നമ്മുടെ രാജ്യത്തുള്ള പ്രസൻസിനെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഡീപോർട്ട് ചെയ്യാനോ ഉള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം ഇത്തരത്തിലുള്ള പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്, വിച്ച് വിൽ ബി അപ്ലൈഡ് ടു എ ഫോറിൻ സിറ്റിസൺ. അതായത് ഒരു വ്യക്തി ഇന്ത്യയിൽ എത്തുന്നു, അദ്ദേഹത്തിന്റെ വിസ എന്ന് പറയുന്നത് 6 മാസമാണെന്ന് വിചാരിക്കുക. ജൂൺ ടു ഡിസംബർ ആണ് അദ്ദേഹത്തിന്റെ വിസ എങ്കിൽ ഇദ്ദേഹത്തിനെ തടവിലാക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഗവൺമെന്റിനുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ രാജ്യത്ത് ഇയാളുടെ പ്രസൻസ് ഈ 6 മാസം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഡീപോർട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി വേണമെങ്കിൽ എന്ത് ചെയ്യാം, അയാളെ ഡീറ്റെയിൻ ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ദി preventive detention is applicable for both citizen and a foreigner, അല്ലെങ്കിൽ ഏലിയൻ എന്ന ഒരു ചോദ്യം എന്ന സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. കാര്യം, ഈ ഫോറിനറിനെ എന്തിനു വേണ്ടിയിട്ടാണ് ഡിറ്റെയിൻ ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ പ്രസൻസ് ഈ രാജ്യത്തെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എക്സ്പെൽ ചെയ്യാൻ അല്ലെങ്കിൽ ഡീപോർട്ട് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്
detain ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഓർമ്മയിൽ വെക്കുന്നത് നന്നായിരിക്കും. അടുത്ത the act empowers the central and state governments to detain a person as a preventive measure for reason of security of state and of public order. The person can be detained so as to prevent him or her from acting in any manner prejudicial to the national security. The person needn't be charged during the period of detention. The government can also keep a person in preventive detention to prevent him from disrupting public order or for the maintenance of supplies and services essential to the community. അതായത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഈ വ്യക്തിയെ എന്താണ് രാജ്യത്തിന്റെ ദേശസുരക്ഷയെ അടിസ്ഥാനപ്പെടുത്തി ഇയാളെ ഡീറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രിവെന്റീവ് ഡിറ്റൻഷന്റെ സമയത്ത് ഇദ്ദേഹത്തിനെതിരെ ചാർജുകളൊന്നും കൊടുക്കാതിരിക്കാനുള്ള അവകാശവും ആർക്കുണ്ട്, സ്റ്റേറ്റിനുണ്ട്. അതുപോലെ തന്നെ എന്താണ് മാക്സിമം ഒരാളെ കെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ദ ഡിറ്റൈനി ക്യാൻ ബി കെപ്റ്റ് ഫോർ അപ് ടു എ പീരീഡ് ഓഫ് 12 months, 12 മാസ കാലയളവിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരാളെ ഡീറ്റെയിൻ ചെയ്യാനുള്ള അവകാശമുണ്ട്. ദ പീരീഡ് ഓഫ് ഡിറ്റൻഷൻ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ഇഫ് ദ അതോറിറ്റീസ് ഫൈൻഡ് അഡിക്വൈറ്റ് എവിഡൻസസ്. ഈ 12 മാസം എക്സ്റ്റെൻഡ് ചെയ്ത് പോകണമെങ്കിൽ the authorities should have a proper adequate evidence for the same to extend the 12-month period of detention. The detainee may not be informed of the reason for his or her detention for up to 5 days and in exceptional circumstances for up to 10 days also. അതായത് ആദ്യത്തെ 5 ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന്റെ എന്താണ് ഇദ്ദേഹത്തിനെതിരെയുള്ള ചാർജ് എന്ന് പോലും അറിയിക്കാതിരിക്കാനുള്ള അവകാശം ആർക്കുണ്ട്, സ്റ്റേറ്റിനുണ്ട്. അതായത് ചില അപൂർവമായ സാഹചര്യങ്ങളിൽ 10 ദിവസം വരെ ഇയാളെ എന്തിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഡീറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് അറിയിക്കാതിരിക്കാനുള്ള അവകാശം സ്റ്റേറ്റിനുണ്ട്. No suit or legal action shall be filed against central government or state government for anything done in good faith done in pursuance of NSA. നാഷണൽ സെക്യൂരിറ്റി ആക്ടിന്റെ അടിസ്ഥാനപ്പെടുത്തി ഏതെങ്കിലും തരത്തിൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അറസ്റ്റ് ചെയ്തതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ ഒരു തരത്തിലുമുള്ള ലീഗൽ ആക്ഷൻസും നിലനിൽക്കുന്നതല്ല. ഇതൊരു പോയിന്റ് ആയിട്ട് ചിലപ്പോൾ ഓർത്തു വയ്ക്കണം. അതിനും ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് 5 ദിവസം മുതൽ 10 ദിവസം വരെയുള്ള കാര്യമാണ്. ഒരു വ്യക്തിയെ ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 5 ദിവസങ്ങളിൽ അദ്ദേഹത്തെ എന്ത് ചാർജിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് അറിയിക്കാതിരിക്കാനുള്ള അവകാശം സ്റ്റേറ്റിനുണ്ട്. അതുപോലെ ആദ്യത്തെ 10 ദിവസം ഇയാൾ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് ഡീറ്റെയിൻ ചെയ്തത് എന്നത് അറിയിക്കാതിരിക്കാനുള്ള അവകാശം സ്റ്റേറ്റിനുണ്ട്. 12 മാസ കാലയളവിലാണ് മാക്സിമം ഒരാളെ ഡീറ്റെയിൻ ചെയ്യാനുള്ള അവകാശം. എന്തെങ്കിലും കൃത്യമായിട്ട് എവിഡൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ്. What are the grounds of detention under NSA? Acting in any manner prejudicial to the defense of India, the relations of India with foreign powers, or the security of India. എന്തൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഈ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരമുള്ള പ്രിവെന്റീവ് ഡിറ്റൻഷന്റെ ഗ്രൗണ്ട് എന്തൊക്കെയാണ് നമ്മൾ ഒന്നുകൂടി നോക്കാം. ഒന്ന്, രാജ്യത്തിന്റെ ദേശസുരക്ഷയെ ബാധിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിദേശ ബന്ധങ്ങളെ ബാധിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിൽ നിന്നും ഒരാളെ മാറ്റാൻ വേണ്ടിയിട്ട് പ്രിവെന്റീവ് ഡിറ്റൻഷനിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കും. The regulating the continued presence of any foreigner in India or to make arrangement for his expulsion from India. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫോറിനർക്കെതിരെയും എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു നാഷണൽ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ NSA പ്രകാരം ഒരു പ്രിവെന്റീവ് ഡിറ്റൻഷനിലേക്ക് പോകാം. എന്തിനാണ് പ്രിവെന്റീവ് ഡിറ്റൻഷനിലേക്ക് പോകുന്നത്? If you want to regulate the presence of that particular person in your country, അയാളുടെ പ്രസൻസ് നമുക്ക് റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ഈ ഒരു സാഹചര്യം ഉപയോഗിക്കാം. 2, ഇദ്ദേഹത്തിനെ നമ്മൾ എക്സ്പോർട്ട് അല്ലെങ്കിൽ ഡീപോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹായം ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഡീറ്റെയിൻ അല്ലെങ്കിൽ റീപോർട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇയാളെ ഡീറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യാം, ഇദ്ദേഹത്തെ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ചെയ്യാനുള്ള അവകാശമുണ്ട്. Preventive them from acting in any manner prejudicial to the security of state, or from acting in any manner prejudicial to the maintenance of public order, or from acting in any manner prejudicial to the maintenance of supplies and services essential to the community it is necessary to do so. എന്നാൽ ഇതിനൊരു അഡ്വൈസറി ബോർഡ് ആവശ്യമാണ്. എന്തിനാണ് അഡ്വൈസറി ബോർഡ് എന്ന് നോക്കാം. The advisory board constituted by the central or state government shall comprises 3 persons who are qualified to be appointed as a judges of high court. ഹൈക്കോടതിയുടെ ജഡ്ജ് ആകാൻ അല്ലെങ്കിൽ ജഡ്ജ് ആവാൻ ക്വാളിഫിക്കേഷൻ ഉള്ള 3 പേരടങ്ങുന്നതാണ് ഒരു 3 അംഗ സമിതിയാണ് ഈ അഡ്വൈസറി ബോർഡ് എന്ന് പറയാം.
Within 3 weeks of detention, as per NSA, the government must place before the board the reasons for detention. അതായത് ഇവിടെ ഒരു ബോർഡ് ഒരു 3 ആൾക്കാരെ കുറിച്ച് നമുക്ക് എടുക്കാം. പേഴ്സൺ എ ഡിറ്റൈനി ആണ്, പേഴ്സൺ ബി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ്, പേഴ്സൺ സി എന്ന് പറയുന്നത് അഡ്വൈസറി ബോർഡാണ്. ഈ അഡ്വൈസറി ബോർഡിനെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണ് ഇയാളെ ഡീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൻ ചെയ്യുന്നു. സ്റ്റേറ്റ് ഇയാളെ എന്ത് ചെയ്യുന്നു? ഇയാളെ ഒരു ഡിറ്റൻഷൻ സെന്റർ അല്ലെങ്കിൽ ഡീറ്റെയിനിലേക്ക് വിടുന്നു, അല്ലെങ്കിൽ ഡിറ്റൻഷൻ സെന്ററിലേക്ക് വിടുന്നു. ഇതിന്റെ കാരണങ്ങൾ വിത്തിൻ 3 months ആരെ അറിയിച്ചിരിക്കണം? ഈ 3 അംഗ ബോർഡിനെ അല്ലെങ്കിൽ ഈ അഡ്വൈസറി ബോർഡിനെ ബോധിപ്പിച്ചിരിക്കണം. ആര്? സ്റ്റേറ്റ്. എന്തിനെ പറ്റിയിട്ടുള്ള? ഈ എയുടെ ഡീറ്റൻഷനെ സംബന്ധിച്ചിട്ടുള്ള കാരണങ്ങൾ ആരെ ബോധിപ്പിച്ചിരിക്കണം? ഈ അഡ്വൈസറി ബോർഡിനെ ബോധിപ്പിച്ചിരിക്കണം. The detainee can appeal, but it is not entitled to legal representation by a lawyer. If the board does not find sufficient reason for the detention, the government should revoke the detention order and release the person immediately. അതായത് ഈ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റൈനിക്ക് അപ്പീൽ അവിടെ കൊടുക്കാൻ പറ്റും, ഈ അഡ്വൈസറി ബോർഡിൽ കൊടുക്കാൻ പറ്റും. ഇതിനെ പരിശോധിക്കുമ്പോൾ സ്റ്റേറ്റിന് വ്യക്തമായ മതിയായ കാരണങ്ങൾ കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അഡ്വൈസറി ബോർഡിന് സ്റ്റേറ്റിനോട് എന്ത് ചെയ്യാൻ പറ്റും? ഓർഡർ കൊടുക്കാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടും? ടു റിലീസ് ദിസ് ഡിറ്റൈനി. ഇതാണ് അഡ്വൈസറി ബോർഡിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതിന് ചില ക്രിറ്റിസിസംസും ഉണ്ടാകാറുണ്ട്. There have been instances where government has used the preventive detention route to suppress dissent and even imprison journalists. Activists claim that the provisions under this law violate almost all due process rights. നമുക്കറിയാം ആർട്ടിക്കിൾ 21 പ്രകാരം നമുക്ക് എന്തുണ്ട്? എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ ജീവിക്കാനുള്ള അവകാശത്തിനെ വയലേറ്റ് ചെയ്യാനുള്ള ഒരു ഗവൺമെന്റ് ടൂളാണ് ഇതാണ് നാഷണൽ സെക്യൂരിറ്റി ആക്ട് എന്ന് പലപ്പോഴും അവകാശപ്പെടാറുണ്ട്, പലരും അഭിപ്രായം ഉന്നയിക്കാറുണ്ട്. കാരണം എന്താണ്? ഈ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പലപ്പോഴും ഗവൺമെന്റിനെതിരെയുള്ള വിയോജിപ്പ് സപ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതിന് ഏറ്റവും വലിയൊരു ക്ലാസിക് ഒരു എക്സാമ്പിൾ ആണ് നമുക്കറിയാം സെഡിഷൻ 124A is continuously used against ജേർണലിസ്റ്റ്. പത്രപ്രവർത്തകർക്കെതിരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് സെഡിഷൻ എന്ന് പറയുന്നത്. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലിടുക. അതുപോലെ തന്നെയുള്ള ഒരു സപ്രസിംഗ് ടൂളാണ് നാഷണൽ സെക്യൂരിറ്റി ആക്ട് എന്നാണ് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ടൂൾ എന്ന് പറയുന്നത്. The detainee under NSA is not given the basic rights and safeguards that are accorded by Article 22 of the Constitution of India and the Criminal Procedure Code, such as arrested person should be informed on the grounds of arrest. നമ്മൾ പറഞ്ഞു ആദ്യത്തെ 5 ദിവസം അല്ലെങ്കിൽ മാക്സിമം 10 ദിവസം വരെ എന്ത് ചെയ്യാം? അദ്ദേഹത്തിന്റെ അറസ്റ്റ് ചെയ്ത റീസൺ അറിയിക്കാതിരിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഈ ഒരു സ്റ്റേറ്റിനുണ്ട്. ഇറ്റ് ഈസ് എ വയലേഷൻ ഓഫ് ആർട്ടിക്കിൾ 22. Arrested person has the right to consult and be represented by a lawyer. നമ്മൾ പറഞ്ഞു അഡ്വൈസറി ബോർഡ് ഉണ്ടെന്ന് പറഞ്ഞു. അത് പക്ഷേ എന്താണ്? അദ്ദേഹത്തിന് അപ്പീൽ നൽകാം, പക്ഷെ അയാൾക്ക് എന്ത് ചെയ്യാനുള്ള അവകാശമില്ല? ഒരു അഡ്വക്കേറ്റിനെ അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യപ്പെടാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് അടുത്ത ഒരു ക്രിറ്റിസിസം ആയിട്ട് പറയുന്നത്. Arrested person should be produced before a magistrate within 24 hours. ഇത്തരത്തിലുള്ള എല്ലാ അവകാശങ്ങളും നിഷേധിക്കുന്നതാണ് നാഷണൽ സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്നത്. അതായത് ഇവിടെയും എന്താണ് വരുന്നത്? ഒരു അഡ്വൈസറി ബോർഡാണ് വരുന്നത്. 3 അംഗ അഡ്വൈസറി ബോർഡാണ് വരുന്നത്. അത് 3 മാസ കാലയളവിന് ശേഷമാണ് അത്തരത്തിലുള്ള ഒരു റീസൺ ബോധിപ്പിക്കേണ്ട ബാധ്യത സ്റ്റേറ്റിനുള്ളൂ. ഇൻ കേസ് ഈ 3 മാസം വരെയും എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റിന് അയാളെ തടവിലാക്കാനുള്ള ഒരു അധികാരമുണ്ട്. അത്തരത്തിലുള്ള ഒരു കാര്യത്തെയും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന അല്ലെങ്കിൽ ലീഗൽ നടപടികൾ ഇവിടെയും സാധ്യമല്ലാത്തത് കൊണ്ട് ഇറ്റ് ഈസ് ഓൾവേസ് ബൈ ഓൾ മീൻസ് ഇറ്റ് ഈസ് എ വയലേഷൻ ഓഫ് ബേസിക് റൈറ്റ്സ് ഓഫ് പർട്ടിക്കുലർ സിറ്റിസൺ or the rights of a foreigner as well. ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇതൊരു ക്രിറ്റിസിസം ആണ് എന്ന് തന്നെ അല്ലെങ്കിൽ ക്രിട്ടിക്സ് ആയിട്ട് അല്ലെങ്കിൽ മാറ്റങ്ങൾ അനുവർത്തിക്കപ്പെടേണ്ട ഒന്നാണ് നമുക്ക് അറിയാൻ സാധിക്കും. Many people argue that there should be no place for preventive detention in a democracy even after 70 years of freedom. Normally such laws are invoked during wartime or under extraordinary circumstances. But in India, this law is invoked during normal times and in normal circumstances. The police are often accused of using NSA to circumvent the safeguard under the CRPC. Activists claim that they use this law when they cannot or unwilling to make a charge. The NSA is often used as a response to a normal law and order case and not necessarily to prevent future crime. The ground for detention also use vague language which can be misused by those in power. നമുക്കറിയാം
ചിലപ്പോഴും എന്താണ് ഈ NSA പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട്, ഇപ്പം ബൈപാസ് CRPCയിലെയോ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെയോ ബൈപാസ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും പോലീസ് ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും സാധാരണ നോർമൽ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസിലും പലപ്പോഴും ഇതിനെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്യൂച്ചർ ക്രൈമിനെ തടയുന്ന ഉദ്ദേശത്തോടു കൂടിയല്ല, പകരം എന്താണ് സാധാരണ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയും എന്ത് ഉപയോഗിക്കുന്നുണ്ട്, NSA നാഷണൽ സെക്യൂരിറ്റി ആക്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു ആക്ഷേപം എന്ന് പറയുന്നത്. ദ ഗ്രൗണ്ട് ഫോർ ഡിറ്റൻഷൻ ഓൾസോ യൂസ് വേഗ് ലാംഗ്വേജ്. നമുക്കറിയാം 3 മാസത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഓൾമോസ്റ്റ് ഒരു ബേസിക് റൈറ്റ് ആണ് ഒരു വ്യക്തിയുടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അടുത്തത് മലബാർ വാർ കെയിംസ് ടു ബിഗിൻ. ദ ക്വാഡ് കൺട്രീസ് ഇന്ത്യ, ദ US, ഓസ്ട്രേലിയ ആൻഡ് ജപ്പാൻ. ഇതൊരു പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഏതൊക്കെ രാജ്യങ്ങളാണ് താഴെ പറയുന്നവയിൽ ക്വാഡ് കൺട്രീസ് എന്നറിയപ്പെടുന്നത്? ക്വാഡ് കൺട്രീസ് എന്നറിയപ്പെടുന്നതാണ് ഇന്ത്യ, USA, Australia and Japan. These 4 will carry out the Malabar naval exercise off the coast of Guam. It is taking place in the midst of growing convergence of interest in the maritime domain as well as military cooperation among nations in the face of China's increasing assertiveness. നമുക്കറിയാം പലപ്പോഴും ചൈനയുടെ ഒരു വളരുന്ന ഒരു നേവൽ ഡോമിനേഷൻസിന് മുൻപിൽ പലപ്പോഴും ഒരു വളരെ അധികമുള്ള ഒരു പ്രോബ്ലമാണ്, അല്ലെങ്കിൽ അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു സാധ്യം അല്ലെങ്കിൽ ഈ ഒരു മലബാർ എക്സസൈസ് നടത്തപ്പെടുന്നത്. ഇപ്പൊ ഗ്വാം എന്ന് പറയുന്നത് മൈക്രോനേഷ്യ എന്ന വെസ്റ്റേൺ പസഫിക്കിലുള്ള മൈക്രോനേഷ്യ എന്ന സ്ഥലത്തെ ഒരു US ഐലൻഡ് ടെറിട്ടറിയാണ് ഗ്വാം എന്നുള്ള സ്ഥലം. അതായത് ഗ്വാം എന്നുള്ള സ്ഥലം എവിടെയാണ്? വെസ്റ്റ് പസഫിക്കിലെ ഒരു US ഐലൻഡ് ടെറിട്ടറിയാണ് ഏത് ഈ മലബാർ എക്സസൈസ് ഈ വർഷം നടത്തപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത്. പലപ്പോഴും അതൊന്ന് നിങ്ങൾ ആ ചിത്രം നോക്കുവാണെങ്കിൽ എവിടെയാണെന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഗുവാം എന്ന് പറയുന്നത് ഒരു വളരെയധികം എന്താണ് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഗുവാം. ഇതൊരു US ടെറിട്ടറിയാണ് വെസ്റ്റേൺ പസഫിക്കിലുള്ളത്. അപ്പം അതൊന്നും നോക്കുന്നത് നല്ലതായിരിക്കും. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് സദേൺ മോസ്റ്റ് ഓഫ് മറിയാന ഐലൻഡ്സ്. മൈക്രോനേഷ്യയിലെ ഏറ്റവും വലിയ ഐലൻഡ് ആണ് ഗുവാം ഐലൻഡ്. മൈക്രോനേഷ്യ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്. ഇതിനകത്തെ ഏറ്റവും വലിയ ഐലൻഡ് ആണ് ഗുവാം ഐലൻഡ് എന്ന് പറയുന്നത്. ഇതൊന്ന് ഓർത്ത് വെക്കുന്നതാണ്. ഇതും പ്രിലിംസിന് ചിലപ്പോൾ ചോദിക്കാൻ, ജോഗ്രഫി ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദ ഗ്ലോബൽ കൗൺസിൽ ആർ മൗണ്ടിങ് ഓവർ ചൈനാസ് ഗ്രോയിങ് മിലിറ്ററി മസിൽ ഫ്ലെക്സിംഗ് ഇൻ ദ ഇൻഡോ പസഫിക് റീജിയൻ. മലബാർ എക്സസൈസ് ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഓഫ് ഇൻ 1992 ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് US കൺട്രി നേവീസ്. 2015 ജപ്പാൻ ആണ് ജോയിൻ ചെയ്തത്. 2020 ഓസ്ട്രേലിയൻ നേവിയും ഈ മലബാർ എക്സസൈസിൽ ജോയിൻ ചെയ്തു, making it a quadrilateral naval exercise. Earlier, Australia joined in exercise in 2007 as well. It is seen as a reflection of the increasing partnership among the Quad countries. China has been suspicious about the purpose of exercise, as it feels that annual war game is an effort to contain its influences in the Indo-Pacific. The exercise is not a part of framework of cooperation under Quad. ഏതെങ്കിലും തരത്തിലുള്ള ക്വാഡ് ഇപ്പൊ ആദ്യം 92 തുടങ്ങിയപ്പോൾ USAയും ഇന്ത്യയും ചേർന്നിട്ടാണ് ഇത് തുടങ്ങിയത്, ഈ മലബാർ എക്സസൈസ് തുടങ്ങിയത്. 2015 ജപ്പാൻ ജോയിൻ ചെയ്തു, 2020 ഓസ്ട്രേലിയയും ജോയിൻ ചെയ്തു. എന്നാൽ അതിനു മുൻപ് ഈ ഓസ്ട്രേലിയ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ നേവൽ എക്സസൈസിൽ 2007 തന്നെ ജോയിൻ ചെയ്തിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളും പ്രധാനപ്പെട്ട വാർത്തകളും. സോ ഐ റിക്വസ്റ്റ് എവരിവൺ ടു റീഡ് newspaper and make notes and prepare for examinations. Have a great day. Thank you.